ഏവർക്കും നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞു. കോൺഗ്രസ് വളരെ അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. എല്ലാ കോൺഗ്രസ്സുകാർക്കും ഈ ഒരു വിജയത്തിന്റെ പേരിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ ഉൾക്കാഴ്ചയോടെ കാണുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാളിതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂരിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കാരണം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഈ ഒരു വിജയത്തിന് ശേഷം ഇതിൽ പല ഘടകങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ആ ഒരു നേതൃത്വ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇടയിലുള്ള ആന്തരികമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തന്നെ മാറി വരികയും അതിനൊപ്പം തന്നെ കേരളം നാളിതുവരെ കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് ആ കോൺഗ്രസ് പാർട്ടിക്ക് മുകളിലായിട്ട് ഉയർന്നു വരാൻ ചാൻസ് ഉള്ള, ഒരു പക്ഷേ ഇതെന്റെ അഭിപ്രായം മാത്രമായിരിക്കാം, ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയെക്കാളും വലിയ വിലമതിക്കുന്ന ഒരു നേതാവായി VD സതീശൻ ഉയർന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം അർഹൻ തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും, കോൺഗ്രസിനുള്ള എല്ലാ അണികൾക്കും അല്ലെങ്കിൽ അംഗങ്ങൾക്കും, കോൺഗ്രസ് അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഒക്കെ തന്നെ KPCCക്ക് താഴെയുള്ള എല്ലാ കോൺഗ്രസ് അനുഭാവികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാർട്ടിക്കുള്ളിലേക്ക് ശക്തനായിട്ടുള്ള ഒരു നേതാവിന്റെ ഒരു കുറവ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു ഗ്രൂപ്പ് പോരാട്ടം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുള്ള നേതാക്കളുടെ തർക്കങ്ങളൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം കോൺഗ്രസ് ഈ ഒരു ഇന്ന് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോലും അനുമോദനങ്ങളും ആശംസകളും ഒക്കെ വരാൻ ഇടയുള്ള ഒരു രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നത്. അപ്പൊ നിലമ്പൂർ വോട്ട് നില എന്ന് പറയുന്നത് LDF 59,140, UDF 69,932, അൻവർ നേടിയ വോട്ട് 17,873, BJP 7,593, ലീഡ് 10,792. സത്യത്തില് ഇത് ഒരു പക്ഷേ അൻവർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളൊക്കെ പറഞ്ഞതാണ്, അൻവർ ഒരു 25,000 വോട്ട് നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തില് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാം മാറി മറിയും എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇന്നലെ പത്രമാധ്യമങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഏകദേശം കൃത്യമാണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. 17,873. ഒരു പക്ഷെ അതൊരു 20,000 25,000 വോട്ട് നേടിയിരുന്നു എങ്കിൽ കേരളത്തില് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മുൾമുനയിൽ നിർത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ റിസൾട്ടിന്റെ പൂർണ്ണ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാവിയും ആ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥാനമാണോ ഇനി ഉണ്ടാകുക, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ വഴി ഇനി പറയാനും ആലോചിക്കാനും ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിണറായി ആയാലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ആകട്ടെ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത് LDF വരുമ്പോൾ പിണറായി വിജയനെ കപ്പിത്താൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്.
ഒരുപക്ഷെ അത് ഏഹ്, ഇന്നത്തെ നിലവിലെ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. എൽ ഡി എഫിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിലുള്ള ഏതൊരു പഞ്ചായത്ത് മെമ്പർ പോലും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല കേരള സംസ്ഥാനത്തിന്റെ കപ്പിത്താൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. ഒരു പക്ഷേ ആ ഒരു പേരും ആ ഒരു പ്രശസ്തിയും ഒക്കെ അടപടലം വലിച്ചെറിയുന്ന രീതിയിൽ തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ വി ഡി സതീശൻ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ സാഹചര്യങ്ങൾ മൊത്തം. അൻവർ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് എങ്ങനെയായിരുന്നു നേരിട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തി അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ അൻവറിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, അത് പലരും പല രീതിയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പി വി അൻവറിനെ വിമർശിക്കുകയും ശക്തമായിട്ടുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തത് ഒരു പക്ഷേ വി ഡി സതീശൻ തന്നെയായിരുന്നു. അപ്പോൾ വി ഡി സതീശന്റെ ഈ പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക നിലപാടുകളും തീരുമാനങ്ങളും പാർട്ടിക്ക് ഉള്ളിൽ ഉള്ള 75% ആൾക്കാരെയും ചൊടിപ്പിക്കുകയും അവർക്ക് ഉള്ളിൽ ഒരു അകലം ഉണ്ടാവുകയും ചെയ്തതാണ്. ഒരു പക്ഷേ വി ഡി സതീശനെ ആരൊക്കെയാണോ എതിർത്തിരുന്നത് അവരൊക്കെ തന്നെ ഒരു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചിരിക്കാം ഈ കോൺഗ്രസ് ഈ മത്സരത്തിൽ ജയിക്കരുത് എന്ന് പോലും കോൺഗ്രസിനുള്ളിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ഉണ്ടാവാം. പക്ഷെ അത് പുറത്ത് പറയുന്നത് അതവരെ ഒരു എന്താ പറയാ അവരുടെ നിലവാരത്തെ ബാധിക്കുമെന്ന് കരുതി തന്നെയാവാം അവരത് മിണ്ടാതിരുന്നത്. കാരണം കോൺഗ്രസിന്റെ നിലവിലെ ഒരു KPCC പ്രസിഡന്റ് എന്ന സ്ഥാനം ഏറ്റവും കൂടുതൽ യോജിച്ചിരുന്നത് സുധാകരൻ തന്നെയായിരുന്നു. അപ്പൊ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു സഹോദര്യ ബന്ധം എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും പാർട്ടിക്കുള്ളിൽ കടുത്ത രീതിയിൽ തർക്കങ്ങളും നിലപാടില് പല രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. നമുക്ക് കേരളത്തിലുള്ള എല്ലാ കോൺഗ്രസ് അണികൾക്കും ഒരുപക്ഷെ LDF കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കൊക്കെ ഇതറിയാവുന്നതാണ്. അപ്പോൾ പാർട്ടിക്ക് ഉള്ളിലുണ്ടായിരുന്ന നേതാക്കൾ തമ്മിലുള്ള അകലം വി ഡി സതീശനും അതുപോലെ തന്നെ സുധാകരനും തമ്മിലാണെങ്കിൽ തന്നെയും ആ വി ഡി സതീശന്റെ പിറകിൽ കുറെ ഗ്രൂപ്പ് കളിയും അതുപോലെ തന്നെ ഒരു പക്ഷം ചേരലും അതുപോലെ തന്നെ സുധാകരന്റെ പിറകിലും കുറെ രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അണിചേരുന്ന ഒരു സംഭവം ഈയിടെ ഉണ്ടായി. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തില് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പി വി അൻവർ കോൺഗ്രസിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പാർട്ടി നേതാക്കളെയും ശക്തമായിട്ട് വിലക്കുകയും അത് ഈ പറയുന്ന നമ്മൾ നേരിട്ട് കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം രാത്രി ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ പി വി അൻവറുമായിട്ട് നടക്കുന്ന കൂടിക്കാഴ്ചയെ ശക്തമായിട്ട് വിമർശിച്ച ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ലൈവായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരുപക്ഷെ ഇത്രത്തോളം വീട്ടിത്തരം കാണിക്കുന്നത് എന്തിനാണെന്ന് പോലും ആലോചിച്ചിരുന്ന കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഈ പറയുന്ന എന്നെ പോലും അത് അതിശയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ രീതിയിൽ പരസ്യമായിട്ട് വിമർശിക്കുമ്പോൾ ആ ഒരു സെന്റിമെന്റൽ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതായത് ഒരു വ്യക്തിയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുമ്പോൾ ആ ഒരു സെന്റിമെന്റ്സ് വോട്ടായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പി വി അൻവറിന് കൂടുതൽ അനുകൂലമാകുന്ന രീതിയിലായിരുന്നു വി ഡി സതീശന്റെ ചില അഭിപ്രായങ്ങളും നിലപാടുകളും. അപ്പോ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ സുധാകരനെ ഏകദേശം 75% ആൾക്കാരും വെറുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഒരു പക്ഷം നിൽക്കുമ്പോൾ നമുക്കറിയാം LDF സർക്കാരിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് പി വി അൻവർ ആർക്കൊക്കെ ആയിരുന്നോ എതിർത്ത് നിന്നിരുന്നത്, അതായത് ഈ പറയുന്ന ഷാജൻ സക്കറിയ പോലും മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ പോലും അംഗീകരിക്കാതെ അതിൽ കേരളത്തിലുള്ള നല്ല രീതിയിൽ ഒരു ശതമാനം ആൾക്കാരെ ശത്രുതയിലാക്കിയിരുന്ന പി വി അൻവറിന്റെ ശത്രുക്കൾ പോലും ഈ വി ഡി സതീശനെ അംഗീകരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു പക്ഷേ പി വി അൻവർ ഏത് വിധേനയും കേരള രാഷ്ട്രീയത്തിനുള്ളിൽ ഇനി അദ്ദേഹം വരരുത്, നിലനിൽക്കാൻ പോലും പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ആഗ്രഹം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ നടപ്പാക്കിയതാണോ എന്ന് പോലും കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ടായിരുന്നു.
അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും മാനസികമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു ഒറ്റ റിസൾട്ടിലൂടെ വി.ഡി. സതീശൻ ഈ ഒരു പ്രശ്നങ്ങളെ മുഴുവൻ നിലം പരിച്ച് ആക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ ജയിച്ച് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ഭാവിയെ മുഴുവൻ ഒരു 100 അടിക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാനുള്ള വോട്ട് നേടിയെടുത്ത ആര്യാടൻ ഷൗക്കത്തിനെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും ജനപ്രിയനായ നേതാവായിട്ട് ഇനി ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആര്യാടൻ ഷൗക്കത്തിന് ഉള്ള സ്ഥാനം വളരെ വിലപ്പെട്ടത് തന്നെയായിരിക്കും. കാരണം വി.ഡി. സതീശന്റെ ഒരു ഇമേജ് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനി രാഷ്ട്രീയ ഭാവിയിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ ഏത് സ്ഥാനമാണോ വരിക അതിന്റെ എല്ലാം ഒരു കടപ്പാടും ഒരു പ്രതിബദ്ധതയും നന്ദിയും ഒക്കെ ആര്യാടൻ ഷൗക്കത്തിന്റെ മേൽ വി.ഡി. സതീശൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇനി ഒരു പക്ഷേ സംസ്ഥാനം വിട്ട് കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് സംസ്ഥാനം വിട്ട് കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് പോലും വി.ഡി. സതീശന്റെ ഒരു ഇരിപ്പിടം വളരെ വലുത് തന്നെയായിരിക്കും തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനിയുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളായാലും രാഷ്ട്രീയത്തിന്റെ ഏതൊരു കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ പോലും വി.ഡി. സതീശന്റെ നാവിൽ നിന്ന് വരുന്ന ഒരു തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഹാറ്റ്സ് ഓഫ് വി.ഡി. സതീശൻ.